ഓക്കെ സോ ഗൈസ് ഇന്ന് നമ്മളൊരു ക്യാബിനറ്റിൻ്റെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻസ് ഞാൻ പറയാം. ബിക്കോസ് ഈ ക്യാബിനറ്റ് നമ്മളൊരു പി സി ബിൽഡ് ക്ലയൻറ്റിൻ്റെ പി സി ബിൽഡിന് വേണ്ടി വാങ്ങിച്ചതാണ്. ബഡ്ജറ്റ് കേസ് എന്ന രീതിയിൽ നോക്കിയിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ആക്ച്വലി ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഐ ഫീൽ ഇത് അതിനും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇൻ ടേംസ് ഓഫ് പ്രൈസിങ് നോക്കുവാണെങ്കിലും ഇത് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം കൂടി നോക്കുവാണെങ്കിൽ അണ്ടർ 4,000 റുപ്പീസിന് നല്ലൊരു വേർതി ക്യാബിനറ്റ് ആണിത്. ജിയോഡോൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ തുടങ്ങാം. Cabinet we are talking about is Anti-Sports 211 Air എന്ന മോഡൽ. സോ ഇത് ആൻറ്റിസ്പോർട്സിൻ്റെ പുതിയൊരു ക്യാബിനറ്റ് ആണ്. ആൻറ്റിസ്പോർട്സ് നമുക്കറിയാമല്ലോ, എവറി മന്ത് ഒരു മിനിമം 1-2 ക്യാബിനറ്റ്സ് അവരിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. സോ അറൌണ്ട് 3,700 ടു ഒരു 4,000 റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റ്സ് ആണ് വൈറ്റിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. സോ വൈറ്റിൻ്റെ പ്രൈസിങ് നിയർലി ഒരു 4,000 ടച്ച് ആകുമായിരിക്കും. ഇത് ഇപ്പോഴത്തെ ഇനീഷ്യൽ പ്രൈസസ് ആണ്, മേ ബി ഫ്യൂച്ചറിൽ ഇത് കുറയുമായിരിക്കും. എന്തായാലും അണ്ടർ 4,000 കാറ്റഗറിയിലാണ് ഇത് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഡിസൈൻ നല്ല ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഈ ഫ്രണ്ട് കാണാൻ പറ്റും. ഫ്രണ്ടിലെ ഗ്രിൽ നോക്കുവാണെങ്കിൽ ഒരു ഡയഗണൽ കൈൻഡ് ഓഫ് എ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ പുറകിൽ മെഷ് ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്. ആൻഡ് മെഷ് ഫിൽറ്റർ ഓബ്വിയസ്ലി ബഡ്ജറ്റ് റേഞ്ച് ആയതുകൊണ്ട് നോൺ റിമൂവബിൾ ആണ്. സോ ഫ്രണ്ട് ഗ്രിൽ ലുക്സ് ഗുഡ് ആൻഡ് ബാക്കിൽ എയർ ഫിൽട്രേഷൻ മെഷും ഉണ്ട്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. കോമ്പാക്ട് സൈസ് ആണ്, വലിയൊരു കേസ് ഒന്നും അല്ല. ഇത് കാണുമ്പോൾ വലിയതായിട്ട് തോന്നുമെങ്കിലും ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ATX സൈസ് കേസാണ്. സൈസ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് 445 സെന്റിമീറ്റേഴ്സ്, ഇതിന്റെ വിത്ത് വരുന്നത് 216ഉം ടോട്ടൽ ലെങ്ത് വരുന്നത് 335 ആണ്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ആ ഗ്രില്ല് പ്ലാസ്റ്റിക് ആണ്, ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഓക്കെയാണ്. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ മെറ്റൽ ക്ലോസിംഗ് പാനലാണ് കൊടുത്തേക്കുന്നത്. ആവറേജ് തിക്നെസ് തന്നെ ഞാൻ പറയത്തുള്ളൂ, വലിയ ഹൈ ക്വാളിറ്റി മെറ്റൽ ഒന്നും അല്ല. അത്യാവശ്യം പ്രൈസിന് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാനലാണ്. ഫ്രണ്ട് പാനൽ നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ 3 പ്രീ ഇൻസ്റ്റാൾഡ് ഫാൻസ് നമുക്ക് കാണാം. ആൻഡ് ഈ 3 ഫാൻസ് ARGB ഫാൻസ് ആണ്, ഇൻക്ലൂഡിംഗ് ബാക്കിൽ കൊടുത്തേക്കുന്ന ഈ റിയർ ഫാനും ARGB ആണ്. സോ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 4 ARGB ഫാൻസ് ആണ്. പക്ഷേ ഫാൻസ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ARGB കേബിൾസ് ഒന്നും കാണുന്നില്ല. ലൈക്ക് ഫ്രണ്ട് 3 ഫാൻസിന് ജസ്റ്റ് PWM ഫാനിന്റെ കേബിൾസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ ബാക്കിൽ കൊടുത്തേക്കുന്ന ഫാനിന് ഒരു ARGB കേബിൾ ഉണ്ട്. സോ ഐ തിങ്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് സാറ്റ പവർ ചെയ്ത് കണക്ട് ചെയ്യുമ്പം എല്ലാം കൂടി ഒന്നിച്ച് ഡെയ്സി ചെയിൻ ആയിട്ട് ARGB ആയിട്ട് വർക്ക് ആവുന്നതായിരിക്കും. ബിക്കോസ് ഇത് ബഡ്ജറ്റ് മോഡൽസ് ആയ ആൻടെക് ബ്രാൻഡ്സിന്റെ നോക്കുവാണെങ്കിലും ആന്റിസ്പോർട്സിന്റെ ഒക്കെ യൂഷ്വലി ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഒരു കേബിളായിരിക്കും ARGB കേബിൾ വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ഫാനിന്റെ ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. 4 ഫാൻസും ARGB ഫാൻസ് ആണ്, ബട്ട് 4ഉം ഒരുമിച്ചായിരിക്കും വർക്ക് ആവുന്നത്. എനിവേസ് ഇതിന്റെ ഫാനിന്റെ കാര്യങ്ങൾ കൂടുതൽ നെക്സ്റ്റ് ബിൽഡ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അതിൽ എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പേർഡ് ഗ്ലാസ് സൈഡ് പാനലാണ് വരുന്നത്. വിത്ത് ഓൾഡ് ട്രഡീഷണൽ ആയിട്ടുള്ള 4 സ്ക്രൂ മെക്കാനിസം ആണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. ടോപ്പിൽ നമുക്കൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഡസ്റ്റ് ഫിൽറ്റർ കാണാം. ബോട്ടമിലും ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്, ബട്ട് നോൺ മാഗ്നറ്റിക് ആണ് ബേസിക് ആയിട്ടുള്ളത്. സോ എയർ ഫ്ലോയുടെ കാര്യം ഡസ്റ്റ് ഫിൽട്രേഷന്റെ കാര്യത്തിലും അത്യാവശ്യം ഡീസന്റ് തന്നെയാണ്. ഫ്രണ്ടിലും ടോപ്പിലും താഴെയും എല്ലാം മെഷ് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മദർ ബോർഡ് ഏരിയ ഫുൾ ആയിട്ട് കാണാം. മിനി ITX, മൈക്രോ ATX ആൻഡ് ഫുൾ സൈസ് ATX മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യും. ബാക്കി കോമ്പണൻസിന്റെ കമ്പാറ്റബിലിറ്റി ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് 310 സെന്റിമീറ്റേഴ്സ് ലെങ്ത് ഉള്ള GPUs യൂസ് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഓൾമോസ്റ്റ് എന്താ പറയുക മിഡ് റേഞ്ച് GPUs എല്ലാം ഇതിൽ ഫിറ്റ് ആവുന്നതായിരിക്കും. ഒബ്വിയസ്ലി അണ്ടർ 4,000 റേഞ്ച് ആയതുകൊണ്ട് തന്നെ ആരും ഹൈ എൻഡ് GPUs അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള GPUs ഈ കേസ് വാങ്ങിക്കത്തില്ല. സോ ഈവൻ കോമ്പാക്ട് ആയിട്ടുള്ള ട്രിപ്പിൾ ഫാൻ വേരിയൻസ് വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എയർ കൂളറിന്റെ ഹൈറ്റ് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 175 മില്ലിമീറ്റേഴ്സ് ആണ്. ഈ ഫാൻസിന്റെ കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 3 120mm, ഇവിടെ കാണുന്ന പോലെ 3 120mm യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 140mm യൂസ് ചെയ്യാം. ടോപ്പിൽ നമുക്ക് 2 120mm അല്ലെങ്കിൽ 2 140mm ക്ലിയറൻസ് ഉണ്ട്. ബാക്കിൽ നമുക്കൊരു സിംഗിൾ 120mm ആണ് ക്ലിയറൻസ് വരുന്നത്. ഇനി റേഡിയേറ്റേഴ്സിന്റെ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 240, 280, 360mm വരെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് 360mm ഫുൾ ക്ലിയറൻസ് കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. ബിക്കോസ് ഹാർഡ് ഡ്രൈവ് ട്രേ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി ബോട്ടം ഫാന്റെ ആ ഏരിയയിലാണ് വരുന്നത്. സോ ഇൻ കേസ് 360mm റേഡിയേറ്റർ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡ് ഡ്രൈവ് കേജ് എന്തായാലും റിമൂവ് ചെയ്യേണ്ടി വരും. ടോപ്പിൽ നമുക്ക് 240mm ലിക്വിഡ് കൂളർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലും റാമിന്റെ ക്ലിയറൻസിന്റെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാനുവൽ നോക്കുവാണെങ്കിൽ 57mm ആണ് റാം ക്ലിയറൻസ്. അതായത് 57mm ഹൈറ്റ് ഉള്ള റാംസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി കോർസെയർ G-Skills പോലത്തെ റാംസ് ഒരു കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഹെവി ഹീറ്റ് സിങ്സ്, ഭയങ്കര ഹീറ്റ് സിങ്ക്, വലുതായിട്ട് വരുന്ന ഹീറ്റ് സിങ്സ് ഉള്ളതാണെങ്കിൽ റേഡിയേറ്ററും റാമിന്റെ ക്ലിയറൻസിൽ ഇഷ്യൂ ഉണ്ടാകുന്നതായിരിക്കും. ബാക്ക് സൈഡ് പവർ സപ്ലൈയുടെ ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ അപ് ടു 180mm വരെയുള്ള PSU ലെങ്ത്, അത്രയും ലെങ്ത് ഉള്ള PSUs നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അതിന്റെ സൈഡിലാണ് സ്റ്റോറേജിനുള്ള ഡ്രൈവ്സിന്റെ ബേ കൊടുത്തേക്കുന്നത്.
രണ്ട് ഹാർഡ് ഡ്രൈവ്സ് നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് SSD ഓർ ബാക്കിൽ SSD മൗണ്ടിന് സെപ്പറേറ്റ് രണ്ട് ഏരിയാസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് ഡീസെന്റ് IO ആണ് കൊടുത്തേക്കുന്നത്. പവർ ബട്ടൺ ഉണ്ട്, റീസെറ്റ് ബട്ടൺ, ഒരു USB Type 3, രണ്ട് USB Type 2, രണ്ട് HD ഓഡിയോയുടെ പോർട്സ് കാണാം, മൈക്കിനും സ്പീക്കറിനും സെപ്പറേറ്റ് ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു റീസെറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു RGB കൺട്രോളർ ആയിട്ടും വർക്ക് ആകും. ഇൻ കേസ് ARGB ഹെഡർ ഇല്ലാത്ത മദർ ബോർഡ് ആണെങ്കിൽ റീസെറ്റ് സ്വിച്ച് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ARGB കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഫൈനലി കേബിൾ മാനേജ്മെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ആസ് ഓഫ് നോ ഇപ്പൊ ഈ കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ കേബിൾ മാനേജ്മെന്റ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. ബിക്കോസ് കേബിൾ മാനേജ്മെന്റ് സ്പേസ് കുറവാണ്. ഐ തിങ്ക് ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു 1 സെന്റിമീറ്ററുടെ ഗ്യാപ്പ് ആണ് വരുന്നത്. ആൻഡ് ബാക്കിൽ നോക്കുവാണെങ്കിൽ അതുമില്ല, കുറച്ചുകൂടെ കുറവാണ്. സോ ഒത്തിരി ഹെവി ബൾക്കി കേബിൾസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഫ്ലാറ്റ് കേബിൾസ് വരുന്ന പവർ സപ്ലൈസ് ആണെങ്കിൽ മോസ്റ്റ്ലി കുഴപ്പം വരത്തില്ല എന്ന് തോന്നുന്നു. അതെന്തായാലും PC ബിൽഡ് ചെയ്യുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബിൽഡ് വീഡിയോയിൽ അതും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കേബിൾ മാനേജ്മെന്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത്. സോ ഓവറോൾ നല്ലൊരു ക്യാബിനറ്റ് ആണ്. 3700 പ്രൈസ് റേഞ്ചിൽ ഡീസെന്റ് ഇനഫ് ക്യാബിനറ്റ് ആണ്. 4 ARGB ഫാൻസ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസൈൻ നോക്കുവാണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള പുതിയ ഡിസൈൻ ആണ്. എയർ ഫ്ലോ വൈസ് നോക്കുവാണെങ്കിലും അത് നല്ലൊരു കാര്യമാണ്. ആൻഡ് മെഷ് ഫിൽറ്റേഴ്സ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ഡസ്റ്റ് ഫിൽട്രേഷന് വേണ്ടി. അത്യാവശ്യം ഈ പ്രൈസിന് കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട്. വൈറ്റിലും ബ്ലാക്കിലും രണ്ട് കളേഴ്സിലും അവൈലബിൾ ആണ്. വൈറ്റ് വൺ കുറച്ചുകൂടി നല്ലതായിരിക്കും കാണാൻ. ഒത്തിരി പേര് ചോദിക്കുന്നതാണ് 4000 അണ്ടർ 4000 റേഞ്ചിൽ നല്ല വൈറ്റ് ക്യാബിനറ്റ്. സോ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല ക്യാബിനറ്റ് തന്നെയാണ്. സോ എനിവേസ് അതായിരുന്നു ആന്റി സ്പോർട്സ് എയർ എന്ന ക്യാബിനറ്റിന്റെ ഇനീഷ്യൽ ഇംപ്രഷൻസും ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.